മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ഇന്ന് ദോശയും ചിക്കനായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെളിച്ചെണ്ണ തേക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടം ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് കുളിക്കണത്. അപ്പോൾ തലയിൽ മൊത്തം വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട്. ഇനി അത് വരുന്നതിന് മുന്നേ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരണം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി തേച്ചൊക്കെ കോഴി വെളിച്ചെണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം. അല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം ഇരുന്നാലും പ്രശ്നമാണ്, ജലദോഷം തുമ്മൽ പിടിക്കും. അത് കാരണം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്നിട്ട് നേരത്തൊക്കെ വെളിച്ചെണ്ണ തേക്കാനുണ്ട്. അപ്പോൾ അത് തേച്ചിട്ട് കുളിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ തേച്ച് ഒരു പൊട്ടും കുറിയൊക്കെ വരച്ച് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കൂറ കുത്തിരിക്കണ പോലെ തോന്നും. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറൊക്കെ തേച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ണൊക്കെ എഴുതി പിന്നെ പൊട്ടൊക്കെ കുത്തി നിൽക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊട്ടും കുത്തി സിന്ദൂരവും തൊട്ടിട്ടുണ്ട്, പിന്നെ ഒരു കുറിയും വരച്ചിട്ടുണ്ട്. ഞാനിതിൽ യൂസ് ചെയ്യുന്ന ലിപ് ബാം വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയത് ഒരു സാധനമാണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇതിൻ്റെ വീഡിയോ ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഓൾറെഡി ലിപ് ബാം ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ലിപ് ബാമാണ്. നമ്മൾ എന്നും ലിപ്സ്റ്റിക്ക് തേക്കുമ്പോൾ നമ്മുടെ ചുണ്ട് നന്നായിട്ട് ഡാർക്കായിട്ട് പിഗ്മെൻറ്റേഷൻ ആവുന്നുണ്ട്. എൻ്റെ നന്നായിട്ട് ഡാർക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഈ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചുണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. എനിക്ക് പിഗ്മെൻറ്റേഷൻ നന്നായി കുറയുന്ന പോലെയും തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക ടോണും കിട്ടും, ഒരു റെഡ് ടോണും കിട്ടും കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷനാണ്. നമ്മുടെ പാരച്യൂട്ടിൻ്റെ ഡീപ്പ് നറിഷ് മോയ്സ്ചറൈസറാണ്. അതേപോലെ തന്നെ അതൊരു പ്രൊട്ടക്ടറും കൂടിയിട്ടാണ് കേട്ടോ. ശരി തന്നെയാണ്, നല്ല പ്രൊട്ടക്ടറാണ്. ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലും ആണ് കേട്ടോ. ഇതൊരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2 ബോട്ടിലുണ്ടായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. 200 സംതിങ് എത്രയാണ് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ വേണ്ടവർ ലിങ്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായി തോന്നി എന്നുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണിത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അത് കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ കുളിയും കഴിഞ്ഞ് മേക്കപ്പും കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോൾ അത് വന്നതിൻ്റെ പിന്നാലെ അതിന് തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ടാറ്റ ബൈ ബൈ സി ഒക്കെ തന്നിട്ട് പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പോയതിൻ്റെ പിന്നാലെ ഞാൻ തരുന്ന നട്ട്സാണ് കഴിക്കുന്നത്. അപ്പോൾ വലിയ വന്നപ്പോൾ കൊണ്ടുവന്ന നട്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.